കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ മാമിയുടെ തിരോധാരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിലെ പോലീസ് വീഴ്ച ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നുവെന്ന് കുടുംബം. പോലീസ് വീഴ്ച മാത്രമല്ല, കേസ് അട്ടിമറിക്കാൻ സമ്മർദ്ദമുണ്ടായതിനെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് ഒന്നും ഉപ്പനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. നമുക്ക് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്രയും എഫിഷ്യൻ്റ് ആണ് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ എൻ്റെ ഉപ്പൻ്റെ കാര്യത്തിൽ അത് എഫിഷ്യൻ്റ് അല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് നമുക്കറിയണം. ബാലുശ്ശേരി എരമംഗലം സ്വദേശി ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാനത്തിൽ കുടുംബം കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണിത്. ഇതിനിടെയാണ് കേസ് അന്വേഷണത്തിൽ പോലീസ് വീഴ്ചയുണ്ടായെന്ന വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലും മാമിയുടെ ടവർ ലൊക്കേഷൻ പരിശോധിക്കുന്നതിലുമടക്കം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നടക്കാവ് പോലീസിന്റെ അലംഭാവമുണ്ടായെന്നാണ് കോഴിക്കോട് നാർക്കോട്ടിക് ACP ഉത്തരമേഖല IGക്ക് സമർപ്പിച്ച വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം. ഇക്കാര്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതായി കുടുംബം പറയുന്നു. നമ്മൾ ഫസ്റ്റ് മുതലേ പറയുന്നുണ്ടായിരുന്നു, പോലീസിന്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടായിരുന്നു, അവർ അന്വേഷിച്ചതിൽ പ്രശ്നമില്ലായിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു. മാമിയുടെ തിരോധാനത്തിലും തുടർന്നുള്ള പോലീസ് ഇടപെടലിലും സംശയം പ്രകടിപ്പിക്കുന്ന മാമി തിരോധനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ സമ്മർദ്ദമുണ്ടായോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ കേസ് അട്ടിമറിക്കാൻ ഈ പോലീസിന്, ഈ 4 പോലീസുകാരോട് ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്ന് അറിയേണ്ട അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ഈ പോലീസിൻ്റെ മേൽഘടകത്തിന് ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. 2023 ഓഗസ്റ്റ് 21 അരയിടത്ത് പാലം CD ടവറിന് സമീപത്തു നിന്ന് മാമിയെ കാണാതാകുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷിച്ച കേസിൽ തുമ്പുണ്ടാക്കാനായില്ല. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രാഥമിക തെളിവ് ശേഖരണത്തിലടക്കം ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് ADGPയും റിപ്പോർട്ട് നൽകിയിരുന്നു. മീഡിയ 1 കോഴിക്കോട്.